1 കോടി മലയാളികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പുതിയ സംരംഭം 24 കണക്റ്റിൻ്റെ MMCയിൽ നടൻ ഇന്ദ്രൻ അംഗമാകുന്നു. അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ഇതിൽ അംഗമാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇതൊരു വലിയ കൊടയായി, ഒരുപാട് പേർക്ക് തണലാകുന്ന ഒരു വലിയ കൊടയായിട്ട് ഇത് മാറട്ടെ. 1 കോടി ആൾക്കാർ ഒരു വലിയൊരു സമൂഹമായിട്ട് മാറുമ്പോൾ പരസ്പരം നമ്മുടെ സ്നേഹം പങ്കുവയ്ക്കാനും അതുപോലെ നമ്മുടെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ, സന്തോഷമില്ലാത്ത ഘട്ടങ്ങളിൽ ഒന്നിച്ചണിചേരാനും, കരയുമ്പോൾ കൂടെ കരയാൻ നിഴൽ മാത്രമെന്ന കവിവാക്യം മാറ്റിമറിക്കാനും നമുക്ക് കഴിയട്ടെ. ഇന്ദ്രൻസ് ഞങ്ങളുടെ പ്രതിനിധി നിഖിൽ പ്രമേഷുമായി ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. ഒരുപാട് സൂപ്പർ താരങ്ങളുള്ള മലയാള ചലച്ചിത്ര രംഗത്ത് എൻ്റെ സൂപ്പർ താരം ഇന്ദ്രൻ ചേട്ടനാണ്. മില്യൺ മലയാളി ക്ലബ്ബിൽ അദ്ദേഹവും അംഗമാവുകയാണ്. അതിൻ്റെ ഉദ്ദേശശുദ്ധി തിരിച്ചറിഞ്ഞുകൊണ്ട് എന്താണ് മില്യൺ മലയാളി ക്ലബ്ബെന്നും എങ്ങനെയൊക്കെ അതിൽ അംഗമാകാമെന്നും അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്നും അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അതിൻ്റെ ഭാഗമാണ്, മില്യൺ മലയാളി ക്ലബിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ എത്രത്തോളം ഇത് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് ചോദിക്കാം. ഇന്ദ്രൻ ചേട്ടൻ ഇങ്ങനെ ഒരു ആശയം കേട്ടപ്പോൾ, മില്യൺ മലയാളി ക്ലബ്ബ് എന്നൊരാശയം 24 ഫ്ലവേഴ്സും ചേർന്ന് അവതരിപ്പിക്കുന്നത് കേട്ടപ്പോൾ അങ്ങേക്ക് എന്താണ് ആദ്യം തോന്നിയത്? ഇതെങ്ങനെ സാധ്യമാവും, വലിയ പരിപാടിയല്ലേ എന്നൊക്കെ തോന്നി. അപ്പോൾ അതങ്ങനെ വലിയ വിജയമായി വന്നാൽ വലിയ സൗകര്യമാണ്. അതുകൊണ്ട് തന്നെ മില്യൺ മലയാളി ക്ലബിന് എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഒരു മലയാളി ചെന്നുപെട്ട, എല്ലായിടത്തും മലയാളികളുണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ മലയാളികൾക്കൊരു സഹായം ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഒരു കൈത്താങ്ങാവുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് ചേട്ടാ. ഇപ്പോൾ ചേട്ടൻ അറിയാം, 24 ഫ്ലവേഴ്സും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്, വീടുകൾ വെച്ച് കൊടുക്കാറുണ്ട്. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ 100 വീട് പദ്ധതി അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ MMC ക്ലബിലൂടെ കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ സ്ഥാപനം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ പിന്തുണ ഉണ്ടാവും എല്ലാത്തിനും? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ മില്യൺ മലയാളി ക്ലബിനെ കുറിച്ച് ശ്രീണ്ട സാറ് പറഞ്ഞത്, ആദ്യം നമ്മൾ 10 ലക്ഷം പേരെ അതിൻ്റെ ഭാഗമാക്കും. ആ 10 ലക്ഷം പേര് ഒരു 10 പേരെ വെച്ച് ചേർത്താൽ അത് 1 കോടിയിലേക്ക് എത്തും എന്നതാണ് നമ്മുടെ ഒരു ആശയം. അപ്പോൾ ചേട്ടൻ സ്വാഭാവികമായിട്ട് വീട്ടിലെത്തിയാലും മക്കളുടെ അടുത്തൊക്കെ ഇത് പറയില്ലേ, വൈഫിൻ്റെ അടുത്ത്? ഉറപ്പായിട്ടും ചേട്ടനും അതിൻ്റെ ഒരു പ്രചാരകനായി മാറും. അതെ, തീർച്ചയായും. താങ്ക് യു സോ മച്ച്. അദ്ദേഹം ഇപ്പോൾ കോഴിക്കോട് ഒരു സിനിമയുടെ ഷൂട്ടിലാണ്. ഏതാണ് ചേട്ടാ സിനിമ? ഖലീഫ. ഒരു പ്രധാനപ്പെട്ട വേഷമാണ് ചെയ്യുന്നത്. ഉണ്ട്. ലാൽ സാറും പൃഥ്വിരാജൊക്കെ ഉള്ള പണം, വൈശാഖ് ഡയറക്ടർ. വലിയ സിനിമയാണ് അല്ലേ? കോഴിക്കോട് വീണ്ടും ഒരു ഷൂട്ടിങ്ങിന് വരുമ്പോൾ അങ്ങേക്ക് എന്താണ് അനുഭവപ്പെടുന്നത്? എന്താണ് അങ്ങയുടെ കോഴിക്കോടായിട്ടുള്ള ഒരു ബന്ധം? എനിക്ക് കോഴിക്കോടുമായിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോഴത്തെ കേട്ട് മനസ്സിൽ വളർന്ന കുറേ കലാകാരന്മാർ ഉണ്ടല്ലോ, അപ്പം അതൊക്കെയാണ്. പക്ഷേ ഇപ്പം പിന്നീട് സിനിമയിലൊക്കെ വന്ന് കുറേ അടുത്ത് കഴിയുമ്പം കോഴിക്കോട് മാമുക്കാൻ്റെയും MD സാറിൻ്റെയൊക്കെ ഓർമ്മ വരും. അത് വരുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ എന്തോ ഒരു പ്രത്യേക ആലസ്യത്തിലാവും. അപ്പോൾ എന്തായാലും മില്യൺ മലയാളി ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനാണ് നമ്മൾ വന്നെങ്കിലും സിനിമയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. കാരണം അദ്ദേഹം അത്രയും സഹൃദയനാണ്, നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് സംസാരിക്കാൻ വളരെ ഫ്രീ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ പുതിയ സിനിമയ്ക്കും അദ്ദേഹത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് യാത്രകൾക്കുമുള്ള എല്ലാ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം നമുക്ക് മില്യൺ മലയാളി ക്ലബ്ബിന് മലയാളത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട താരം ഒരു ആശംസകൾ കൂടി നേർന്നിരിക്കുകയാണ്. ഇത് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ അദ്ദേഹവും ഒപ്പം ഉണ്ടാവുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വിഷ്ണു കച്ചേരിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.